ഇന്നലെ ആസ് യൂഷ്വൽ ഇന്നലെ നമ്മുടെ ടീം സെർച്ച് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ നാട്ടുകാരായ ആളുകൾ ഇവിടെ താഴ്ഭാഗത്താണ് സെർച്ച് നടത്തിയിരുന്നത്. വളരെ നല്ല രീതിയിലാണ് അവർ സഹകരിച്ചു വരുന്നത്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും നാട്ടുകാരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും ക്ലബിലെ ആളുകൾ പിന്നെ ഈവൻ നിങ്ങൾ പ്രസ് വരെ ഇവിടെ ആക്റ്റീവാണ്. അപ്പോൾ അതിൽ ഒരു 3 പേര് പിന്നെ മുകളിലേക്ക് കയറിപ്പോയി. അപ്പോൾ അവിടെ നിന്ന് IG സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു, DIG മാഡം വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെ 3 പേര് അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ അവർ അവരെ അവിടെ നിന്ന് വയനാട് നിന്ന് വന്നുള്ള ടീം അവരെ കണ്ടെത്തിയിട്ടുണ്ട്. അവരെ റെസ്ക്യൂ ചെയ്തിട്ട് അവരെ ഇപ്പോൾ പിന്നെ വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ദേ ആർ ഓൺ ദ വേ എന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ. നിലവിൽ കിട്ടുന്ന ഇൻഫർമേഷൻ ബുദ്ധിമുട്ടൊന്നുമില്ല, അവർ സേഫ് ആണെന്നാണ് കിട്ടുന്നത്. ഇനി അവിടെ എത്തട്ടെ, അവിടെ എത്തി പരിശോധിച്ച് നോക്കട്ടെ. അത് കോസ്റ്റ് ഗാർഡ് അടക്കമുള്ള വയനാട്ടിലെ ടീമാണെന്നാണ് കിട്ടുന്ന ഇൻഫർമേഷൻ. നമ്മളിത് കേസെടുക്കാൻ പോകുമായിരുന്നു. ആക്ച്വലി നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു കേസ് എടുക്കാമെന്ന് അവരുടെ ബന്ധുക്കളോട് പറഞ്ഞിരിക്കുന്നു. അപ്പോഴേക്കാണ് ഈ ശുഭവാർത്ത വന്നത്. പരാതി തന്നില്ലായിരുന്നല്ലേ? അല്ല, അവരെ ആദ്യം തിരഞ്ഞോക്കട്ടെ എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ നമ്മളായിരുന്നു അവരുടെ അടുത്ത് നമുക്കൊരു കേസ് എടുത്തേക്കാൻ എന്തായാലും കാട്ടിനുള്ളിലേക്ക് പോയതല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോലീസിന് അനുമതി ഇല്ലാതെയാണ് അവർ പോയത്. ആക്ച്വലി നമ്മളുടെ അറിവിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. താഴ്ഭാഗത്താണ് തിരഞ്ഞിട്ടുണ്ടായിരുന്നവരെല്ലാം. ഇന്നലെ മുകളിലേക്ക് അവരും പോയിട്ട് ഇന്നലെ നമ്മുടെ പോലീസും ഫോറസ്റ്റും തണ്ടർബോൾട്ടും മാത്രമാണ് ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഇവരെ ഈ ഏരിയ തെരഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു തുരുത്തിലൊക്കെ തെരഞ്ഞവർ ഇന്നലെ ശരി ആക്ച്വലി ബോഡി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് അവർ ഒരു 3 പേര്, അത് നമ്മുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി. ഇന്നലെ പിന്നെ ലേറ്റായിട്ടാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു 3 പേര് തുടക്കം മുതൽ ഇവർ ഇവിടെ സജീവമായിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ സാറിൻ്റെ അടുത്തൊക്കെ തന്നെ അവർ വന്ന് പറയുന്നുണ്ട്, ഇനിയും ബോഡി ഉണ്ടെന്ന് സാറിനോടൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു. ആ രീതിയിൽ പോയതാണോ? അങ്ങനെ എന്തെങ്കിലും വിവരം ഉണ്ടോ? തീർച്ചയായിട്ടും അവരെൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും നോക്കാമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അയാളുടെ കൂട്ടത്തിലുള്ള ഒരാളെ നമ്മൾ ഓൾറെഡി അങ്ങോട്ട് വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ആളുടെ ഈ പറയുന്ന ആളുടെ കാലിന് പരിക്കുണ്ട് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, സാറേ എനിക്ക് നടക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ വേറെ ആളെ എന്നാൽ നിങ്ങൾക്ക് പരിചയമുള്ളവരെ പറഞ്ഞിട്ട് അയാൾ വിട്ടിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഇന്നലെയാണ് അവർ 3 പേരും കൂടി ആരോടും പറയാതെ അങ്ങ് കയറിപ്പോയത്. അവർ പറഞ്ഞ പോലെ പോയിട്ട് ബോഡി കിട്ടിയിരുന്നു അവർ പറഞ്ഞ സൈറ്റിൽ നിന്ന്? അതിപ്പോൾ പറയാൻ പറ്റില്ല, കാരണം വെച്ചാൽ അവർ പറഞ്ഞ സൈറ്റ് അതാണെന്ന് അറിയില്ല. ഇന്നലെ താഴ്ഭാഗത്തുനിന്ന് ബോഡി എടുത്ത് കഴിഞ്ഞ ശേഷമാണ് അവരവിടെ നിന്ന് പോയിരിക്കുന്നത്. ഇവിടെ എല്ലാവരും ഈ പോലീസിൻ്റെയും അതുപോലെ സർക്കാർ സംവിധാനത്തിൻ്റെയൊക്കെ ധാരണയിലും അവരുമൊക്കെ സഹകരിച്ചാണ് ഇതൊക്കെ നടക്കുന്നത്, രക്ഷാപ്രവർത്തനം തെരച്ചിലുമൊക്കെ. പക്ഷെ അതിനിടയിൽ ഇങ്ങനെ ചില ആളുകൾ പോകുമ്പോൾ അവരെ തിരിച്ചു കിട്ടിയാലും അവരെ പേരിൽ കേസെടുക്കേണ്ടതല്ലേ? പരിശോധിച്ച് നോക്കട്ടെ, എന്നിട്ട് പറയാം. കാരണം എന്നാലും നല്ല രീതിയിൽ നടക്കുന്നൊരു സംവിധാനമുള്ളൂ. എല്ലാവരുടെയും ഏകോപിച്ചുള്ള പ്രവർത്തനം നടക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായൊരു റിസൾട്ട് കിട്ടുന്നുമുണ്ട്. ഇപ്പോഴൊന്നും ബോഡി കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇത് തുടർന്ന് കൊണ്ടുപോകണം, ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ. അല്ല, 2 പേര് ഇവിടുത്തുകാരാണ്, ഒരാൾ കൊണ്ടോട്ടിക്കാരാണെന്ന് അറിയുന്നത്. ഇന്നത്തെ ഇപ്പോൾ ഞാനിപ്പോൾ ഹയർ ഓഫീസറായിട്ട് സംസാരിച്ചു, DIG മാഡായിട്ട് സംസാരിച്ചിട്ടായിരുന്നു. ഇന്ന് വീണ്ടും ഹെലികോപ്റ്റർ നമുക്ക് സെർച്ചിന് തരാമെന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ ഇന്നുണ്ട്, അവിടെ ഉണ്ടാവും. സ്കൂബ കൊണ്ട് അവിടെ നിലമ്പൂർ ലിമിറ്റിൽ അവിടെ തെരഞ്ഞെടുപ്പിക്കുന്നുണ്ട്. ഇന്ന് എല്ലാ SHO മാരും ഈ ചാലിയാറിൻ്റെ തീരത്തുള്ള പോലീസ് സ്റ്റേഷനിലെ SHO മാർ അവരെ പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് വിത്ത് ദ കോപ്പറേഷൻ ഓഫ് ദ പബ്ലിക് അവിടെ ഇപ്പോൾ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പുറത്ത് മണൽ വകഞ്ഞു മാറ്റി പരിശോധന നടത്തുന്നുണ്ട്. ഇപ്പോൾ ഡ്രോൺ വന്നിട്ടുണ്ട്, ഡ്രോൺ അവിടെ പരിശോധന നടത്തുന്നുണ്ട്. അപ്പോൾ ഡ്രോൺ കുറച്ച് നേരം നമ്മൾ നിർത്തി വയ്ക്കും, കാരണം ഹെലികോപ്റ്റർ വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇപ്പോൾ മിക്കവാറും നേവിയുടെയും ചോപ്പർ ഇതുവഴി വരാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഊർജിതമായ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാക്സിമം കിട്ടാവുന്നത്രയും എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലെ ഉദ്ദേശം. തുടരും. അത് പോലീസിൻ്റെയും ഫോറസ്റ്റിൻ്റെയും സാന്നിധ്യം ഇല്ലാതെ ഉള്ളിൽ പോകരുത്. അവരെവിടെ വെച്ച് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, ഇന്ന സ്ഥലത്ത് അവർക്ക് സംശയമുണ്ട് പറഞ്ഞാൽ യാതൊരു സംശയമില്ല, എത്ര ദൂരം പോകാൻ പ്രശ്നമില്ല. പക്ഷെ അവർ പോലീസിൻ്റെയും ഫോറസ്റ്റിൻ്റെയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെയും പ്രസൻസ് ഇല്ലാതെ അവരുള്ളിലേക്ക് പോകരുത്. അത് അപകടകരമാണ്. എന്തെങ്കിലും ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ടെൻഷൻ ആവുന്നുണ്ടില്ലേ? ഓപ്പൺ ഉണ്ടാവണം.